നമസ്കാരം. നമ്മളൊരു പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. ആ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു ക്ലയൻറ്റ് വിളിച്ച് ചോദിച്ചൊരു ചോദ്യമാണ്, ഹെഡ്ജ് ഫണ്ട്സ് ലോഞ്ച് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. സ്വാഭാവികമായിട്ടും നമ്മളൊരു ടീമായിട്ട് ആലോചിച്ചപ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഹെഡ്ജ് ഫണ്ട്സ് സെൻസ് നമ്മൾ ഹൈ റിസ്ക് ബിസിനസ്സാണ്, ഓപ്ഷൻസിൻ്റെ എല്ലാം എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സാധനം കൂടിയാണ്, ഓൺലി നിഫ്റ്റിയാണ്. നോർമൽ ഹെഡ്ജ് ഫണ്ട്സും നമ്മളെ ഫണ്ട്സും നമ്മൾ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ക്ലയൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ഫണ്ട് മേടിക്കുന്നില്ല. നമ്മൾ അവർ അക്കൗണ്ടിൽ തന്നെയാണ് ഡീൽ ചെയ്യുന്നത്. നമ്മളുടെ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ചെയ്യുകയാണ്, അക്കൗണ്ട് ലിങ്ക് ചെയ്തുകൊണ്ട് ചെയ്യുന്നതാണ്. മിനിമം ക്യാപിറ്റൽ സൈസ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് 5 lakhs ആണ്. മാക്സിമം 5 lakhs. അപ്പോൾ ഒരു 50 ലക്ഷം രൂപയെ സംബന്ധിച്ച് 10 അക്കൗണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. സ്വാഭാവികമാണ്. മിനിമം നമ്മൾ പറയുന്നത് 1 lakh ആണ്. ഇനി അത് 5 months ലോക്കാണ്. അതായത് ബ്രിഡ്ജ് പേയ്മെൻ്റ് ആയിട്ടുള്ള 5,000 5 months പേയ്മെൻറ്റ് അഡ്വാൻസ് അടയ്ക്കേണ്ടി വരും. 25,000 rupees അഡ്വാൻസ് അടയ്ക്കേണ്ടി വരും. 5 മാസം നമ്മളെ കൂടെ ലോക്കുണ്ട്. സ്വാഭാവികമായിട്ടും പ്രോഫിറ്റ്സ് വരുമ്പോൾ ആ ബ്രിഡ്ജിൻ്റെ പേയ്മെൻറ്റ് അതിൽ നിന്ന് വിഡ്രോ ചെയ്യാവുന്നതാണ്. പിന്നെ മന്ത്ലി പേയ്മെൻറ്റ്സ് കംപ്ലീറ്റ്സ് അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ട് ചെയ്യേണ്ട, പേഴ്സണലായിട്ടൊന്നും കൊണ്ടുവരേണ്ട. ഇതിൻ്റെ പ്രത്യേകത ക്യാപിറ്റൽ ഗ്യാരണ്ടി 100% ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾ, അല്ലെങ്കിൽ കുറച്ച് ക്യാപിറ്റലായിട്ട് വരുന്ന ആളുകൾ, ഗോൾഡ് പണയം വെച്ചിട്ടോ വീടിൻ്റെ ആധാരം വെച്ചിട്ടോ കാശ് കൊണ്ടിരുന്ന ആളുകൾ ഇത്തരമൊന്നും വരരുത്. യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. ഇത് എടുത്ത് പറയുകയാണ്. കാരണം നമ്മൾക്കൂടെ അക്കൗണ്ട് ഹാൻഡ്ലിംഗ് ഉള്ള ആളുകൾ ചിലപ്പോൾ ഇതിൽ കയറിയിരിക്കും. അവർക്ക് ഒരു തോട്ട് വരും, ഇയാൾ ക്യാപിറ്റൽ ലോസ് എന്നൊക്കെ പറയും. നമ്മൾ എത്ര നാളത്തെ എക്സ്പീരിയൻസിൽ ക്യാപിറ്റൽ ലോസ് ഒന്നും ഇവിടെ സംഭവിക്കില്ല, വളരെ നീറ്റായിട്ടാണ് പോണത്, പേടിക്കാനിവിടെ യാതൊരു പ്രശ്നമില്ല എന്നുള്ളത്. പക്ഷേ ഈ ഫണ്ട് അങ്ങനെയല്ല. 100% ക്യാപിറ്റൽ ലോസ് സംഭവിക്കുന്ന ബിസിനസ്സാണ്, ഹൈ റിസ്ക് ആണ്. മാക്സിമം റിട്ടേൺ നമ്മൾ പറയുന്നത് 5 lakhs 50 lakhs, ടൈം ഫ്രെയിം 5 years. ഇതാണ് ഇവിടെ സംസാരിക്കുന്നത്. അപ്പോൾ 100% ക്യാപിറ്റൽ നഷ്ടപ്പെടുത്താൻ തയ്യാറായിട്ടുള്ള ആളുകൾ, 5 ലക്ഷം പോയാൽ കുഴപ്പമില്ല എന്ന് പറയുന്ന ആളുകൾ, കയ്യിൽ നല്ല കാശുള്ള ആളുകൾ, ഹെഡ്ജ് ഫണ്ട്സിൻ്റെ എല്ലാ സ്വഭാവങ്ങളും മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ, അവർ മാത്രം വരിക. അല്ലാത്ത ഒരാളും പൈസ പോയാൽ എന്നെ പേഴ്സണലി ബാധിക്കും, എനിക്ക് പ്രോബ്ലം ഉണ്ടാവും എന്ന് പറയുന്ന ഒരാളും ഒരു ടൈപ്സ് ഓഫ് പൈസയും കൊണ്ടുകൂടെ വരരുത്. അങ്ങനെയുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സാണ്. ടിപ്സ് ഉണ്ട്, നോർമൽ അക്കൗണ്ട് ഹാൻഡ്ലിംഗ് ഉണ്ട്. ഹെഡ്ജ് ഫണ്ട് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് വരരുത്. സീറ്റ്സ് ആർ ലിമിറ്റഡ്. താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 100% അക്കൗണ്ട് നമ്മളാണ് ഹാൻഡിൽ ചെയ്യുക. നിങ്ങളെ അക്കൗണ്ടായിട്ട്, നിങ്ങളെ അക്കൗണ്ടായിട്ട് നമ്മളെ ലിങ്ക് ചെയ്യും. വി വിൽ ഡു ഫ്രം അവർ എൻഡ്. നിഫ്റ്റി മാത്രമേ ചെയ്യൂ, ഓപ്ഷൻസ് മാത്രമാണ്, വേറൊരു സംഗതിയില്ല. 100% ട്രേഡ്സ് നമ്മുടെ കൺട്രോളിലായിരിക്കും. അപ്പോൾ ഹെഡ്ജ് ഫണ്ടിൻ്റേതായിട്ടുള്ള എല്ലാ സ്വഭാവങ്ങളും ഉണ്ടാവും. ഓൺലി ഡിഫറൻസ് ഈസ് ഫണ്ട് നമ്മളെ അക്കൗണ്ടിലേക്ക് മേടിക്കുന്നില്ല, നിങ്ങളുടെ അക്കൗണ്ടിലാണ് പാർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഡെയിലി അതിൻ്റെ ആക്ഷൻസ് കാണാൻ പറ്റും. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബൈ.